ദൈവാത്മാവിൻ്റെ സ്വാധീനം ഒരു വ്യക്തിയുടെ മേൽ കടന്നു വന്നാൽ പല മേഖലകളിൽ ആ ആത്മാവ് അവർക്ക് വേണ്ടി പ്രവർത്തിക്കാനിടയായിത്തീരും. ഇന്നലെ നമ്മൾ ചിന്തിച്ചത് ശൗലെന്ന് പറയുന്ന ആ അപ്പൻ്റെ കഴുതത്തിരക്കി നടന്ന മകൻ്റെ മേൽ ദൈവാത്മാവ് ശക്തിയോടെ കടന്നു വന്നതാണ്. ശക്തിയോടെ കടന്നു വന്നതിന് ശേഷം നടന്ന പല സംഭവങ്ങളുണ്ട്. അതിലൊന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. 1 ശമൂവേലിന്റെ പുസ്തകം 10-ാമത്തെ അധ്യായം 15-16 വാക്യങ്ങൾ. ശമൂവേൽ നിങ്ങളോട് പറഞ്ഞത് എന്നെ അറിയിക്കണമെന്ന് ശൗലിൻ്റെ ഇളയപ്പൻ പറഞ്ഞു. ശൗൽ തൻ്റെ ഇളയപ്പനോട് കഴുതകളെ കണ്ടുകിട്ടിയിരിക്കുന്നു എന്നവൻ ഞങ്ങളോട് തിട്ടമായി അറിയിച്ചു എന്ന് പറഞ്ഞു. എങ്കിലും ശമൂവേൽ രാജത്വം സംബന്ധിച്ച് പറഞ്ഞത് അവൻ അവനോട് അറിയിച്ചില്ല. രാജത്വം സംബന്ധിച്ച് പറഞ്ഞത് അവൻ അവനോട് അറിയിച്ചില്ല. ആമേൻ. ഏതെങ്കിലും വ്യക്തികളുടെ സ്വാധീനം നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ട് ചില മേഖലകളിൽ മുന്നേറാൻ കഴിയാത്ത അനുഭവത്തിലാണ് നിങ്ങളായിരിക്കുന്നതെങ്കിൽ ഈ ദൂത് നിങ്ങളോടുള്ള ദൈവശബ്ദമാണ്. ഇന്ന് ചില മേഖലകളിൽ ഡെലിവറൻസ് നടക്കും, വിടുതലുകൾ നടക്കും. വിശ്വസിക്കാമെങ്കിൽ വിശ്വസിച്ചോ, ഈ ദൂത് ഏറ്റെടുക്കാമെങ്കിൽ ഏറ്റെടുത്തോ. ദൈവാത്മാവിൻ്റെ സഹായത്താൽ ഈ ദിവസങ്ങളിൽ ചില വിടുതലുകൾ നടക്കും. ചിലയിടങ്ങളിൽ കെട്ടിയിടപ്പെട്ടതുപോലെ അനുഭവത്തിൽ നിന്ന് ദൈവാത്മാവ് നിന്നെ പുറത്തു കൊണ്ടുവരും. ചില രക്തബന്ധങ്ങളെ സ്വാധീന വലയത്തിനകത്ത് നിന്ന് ദൈവാത്മാവിൽ നീ പുറത്തു വരാൻ പോകുകയാണ്. നിന്നെക്കുറിച്ച് ദൈവത്തിന് ഭയങ്കര പദ്ധതിയുണ്ട് കുഞ്ഞെ. നിന്റെ കുടുംബത്തെക്കുറിച്ച്, നിന്റെ ഭാവിയെക്കുറിച്ചൊക്കെ വലിയ പദ്ധതിയുണ്ട്. ഇളയപ്പന്മാരുടെ കെട്ടുവലയത്തിനകത്ത് കുടുങ്ങിക്കിടക്കാനുള്ളവനല്ല നീ. നീ പുറത്തു വരാൻ പോകുകയാ. നീ ആത്മാവിൽ പുറത്തു വരാൻ പോകുക. ഇതോത് ഞാൻ പറയുമ്പോൾ തന്നെ എനിക്ക് ദൈവശക്തി അനുഭവിക്കാനായിട്ട് കഴിയുന്നുണ്ട്. പരിശുദ്ധാത്മാവി ഞാൻ നിങ്ങളെ നോക്കി പറയുന്നു, ഈ മെസ്സേജ് കഴിയുമ്പോൾ നിങ്ങളുടെ ലൈഫിനകത്ത് അത്ഭുതം സംഭവിക്കും. നോക്കിയേ, അഭിഷേകത്തിൻ്റെ സാന്നിധ്യവുമായിട്ട് പ്രവാചകഗിരിയിലേക്ക് പോയ ദൈവമനുഷ്യൻ ശൗല് അവിടെ പ്രവചിക്കാൻ തുടങ്ങി. നാട്ടുകാരെല്ലാം ചോദിക്കുക, ശൗലും ഉണ്ടോ പ്രവാചക ഗണത്തിലെന്ന്? ശൗലും ഉണ്ടോ പ്രവാചക ഗണത്തിലെന്ന്? എന്നുവെച്ചാൽ മാനുഷികമായി നടക്കാനൊരു സാധ്യതയും ഇല്ല. ദൈവാത്മാവിൻ്റെ അഭിഷേകം ശക്തിയോടെ നിന്റെ മേൽ കടന്നു വന്നാൽ പ്രിയ ദൈവത്തിലെ മാനുഷികമായി നടക്കാത്ത ചില കാര്യങ്ങൾ നടക്കും. മാനുഷികമായി സംഭവിക്കാത്ത ചില കാര്യങ്ങൾ സംഭവിക്കും. നോക്കിയേ, ആ ദൈവിക അടയാളങ്ങളെല്ലാം അന്ന് തന്നെ സംഭവിച്ചു. ഒരാമയം പറയാമോ? അന്ന് തന്നെ സംഭവിച്ചു. ഇതെല്ലാം സംഭവിച്ചിട്ട് നേരെ എങ്ങോട്ട് പോവാ? ശൗലെ വീട്ടിലേക്ക് പോവാ. വീട്ടിലേക്ക് പോകുമ്പോൾ അപ്പനെക്കാട്ടിൽ അവൻ്റെ കാര്യങ്ങൾ അറിയാൻ ഇളയപ്പനാ. അപ്പനെക്കാട്ടി ആഗ്രഹമുള്ള ഇളയപ്പന്മാരാരെങ്കിലും ഉണ്ടോ? അങ്ങനെയുള്ള സ്വാധീനത്തിൽ പെട്ടുകിടക്കുന്നവരാരെങ്കിലും ഉണ്ടോ? നിന്റെ ഉയർച്ചയ്ക്ക് തടസ്സമായിട്ട്, നിന്റെ മാന്യതയ്ക്ക് തടസ്സമായിട്ട് നിന്നെ സ്വാധീനിക്കുന്ന ഇളയപ്പന്മാരുണ്ടെങ്കിൽ അവരുടെ മേൽ ഒരു ജയം തരുന്ന ഒരു രാജകീയ അഭിഷേകവുമായിട്ട് ദൈവം നിന്നെ അയക്കാൻ പോകുന്നത്. സ്തോത്രം. നോക്കിയേ, ശമൂവേൽ എന്താ പറഞ്ഞതെന്ന് എല്ലാം അറിയിച്ചു കേട്ടോ. അപ്പൻ്റെ കഴുത കണ്ടുകിട്ടിയിരിക്കുന്നു. അതിനെക്കുറിച്ച് ആവശ്യമില്ല ടെൻഷൻ അടിക്കൊന്നും വേണ്ട. കണ്ടുകിട്ടിയിട്ടുണ്ട്. എന്നാൽ അടുത്ത നിമിഷം നോക്കിയേ, രാജത്വം സംബന്ധിച്ച് പറഞ്ഞത് അവനോട് അറിയിച്ചില്ല. കണ്ടോ, ദൈവിക രഹസ്യത്തിൻ്റെ സൂക്ഷിപ്പുകാരായി മാറാൻ എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുക. ഇന്നലകളിൽ ചില രഹസ്യങ്ങൾ, നീ സൂക്ഷിക്കേണ്ട ചില രഹസ്യങ്ങൾ, അത് പരസ്യമായി ചില വ്യക്തികളോട് പറഞ്ഞതിന് ശേഷം അതിനുശേഷം വന്ന ചില പ്രയാസങ്ങളും പ്രതികൂലങ്ങളും മുന്നോട്ട് പോകാൻ കഴിയാത്ത അനുഭവങ്ങളും ഭാരത്തോടെ ആയിരിക്കുന്ന പലരെന്നെ കേൾക്കുന്നുണ്ട്. എനിക്ക് തെറ്റുപറ്റിപ്പോയി പാസ്റ്റേ, ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാമോ എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ ആത്മനിയോഗത്തോടെ നിങ്ങളോട് പറയും, നിങ്ങൾ ഇരിക്കുന്നിടത്തുനിന്നുകൊണ്ട് പറ, അപ്പച്ചാനോട് ക്ഷമിക്കണമേ. ഇളയപ്പനോട് അറിയിക്കേണ്ട മാത്രം അറിയിച്ചാൽ മതി. നിന്റെ രഹസ്യങ്ങളെല്ലാം ഒന്നും എല്ലാവരോടൊന്നും പറയരുത്. ആത്മീയ രഹസ്യങ്ങൾ, പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ വിജയം പറയരുത്. ഹിസ്കിയാവിൻ്റെ മുറിവ് സൗഖ്യമായതിനു ശേഷം ബാബേലിൽ നിന്ന് വന്നവർ അകത്തെ രഹസ്യങ്ങളെല്ലാം കാണാനിടയായി തീർന്നു. എന്ത് സംഭവിച്ചു? എല്ലാം ഒട്ടൊഴിയാതെ ബാബേലിലേക്ക് പിടിച്ചുകൊണ്ടു പോകാനിടയായി തീർന്നു. ചില രഹസ്യം നീ സൂക്ഷിച്ചേ പറ്റൂ. അത് ചില പ്രവൃത്തിയായിരിക്കാം, അത് ചിലപ്പോൾ ചില വിഷയങ്ങളായിരിക്കാം. അത് ആത്മീക രഹസ്യങ്ങളുടെ, ദൈവിക രഹസ്യത്തിൻ്റെ സൂക്ഷിപ്പുകാരായി മാറണം. നോക്കിയേ, ഇളയപ്പനോട് പറഞ്ഞില്ല. ഇവിടെ അവൻ എന്തുവാ യൂസ് ചെയ്തേ? ദൈവാത്മാവിൻ്റെ വിവേകം നീ യൂസ് ചെയ്യണം കേട്ടോ. ദൈവാത്മാവ് നിനക്ക് തന്നെ ജ്ഞാനം നീ യൂസ് ചെയ്യണം. അത് നിനക്ക് അനുഗ്രഹത്തിന് കാരണമായി മാറും, വിടുതലിന് കാരണമായി മാറും. ആത്മാവ് ശക്തിയോടെ കടന്നു വന്നപ്പോൾ അവൻ പ്രവചിച്ചു. 2, അവനെ ചൊല്ലി ആൾക്കാർ പരിഹസിച്ചു. പക്ഷേ ഇളയപ്പനോട് അവൻ രാജ്യത്തെ സംബന്ധിച്ചുള്ള കാര്യം അറിയിച്ചില്ല.
ആമേൻ. പൊങ്ങച്ചം പറഞ്ഞ് ഇന്നലകളിൽ ചില തലമുറകളെ വഴികളെ അടച്ച് ചില മാതാപിതാക്കളെ എന്നെ കാണിക്കുന്നു. കരഞ്ഞുകൊണ്ട് നീ ദൈവത്തോട് ഏറ്റുപറ, ക്ഷമിക്കണേ കർത്താവേ, ചിലയിടത്ത് ഞാൻ പറയേണ്ടതില്ലാത്ത പറഞ്ഞുപോയി, അതിനുശേഷം എൻ്റെ തലമുറ ബന്ധിക്കപ്പെട്ട്. ഏറ്റു പറയാമെങ്കിൽ ഏറ്റു പറഞ്ഞു. ഒരു അഭിഷേകത്തിൻ്റെ പകർച്ച ഇപ്പോൾ നിന്റെ തലമുറ ആയിരിക്കുന്നിടത്ത് വെളിപ്പെടാൻ പോവാ. ആമേൻ. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അറിയിച്ച ദൂതിൻ്റെ മുമ്പിൽ, കേട്ട ദൈവശബ്ദത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നു. എല്ലാ പോരികളും അഴിയട്ടെ, തടസ്സങ്ങൾ മാറട്ടെ, പ്രതികൂലങ്ങൾ തകർന്നു പോകട്ടെ, ദൈവമഹത്വം ചലിക്കപ്പെടട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നിശ്ചയമായിട്ടും ഒരു വിടുതൽ ഈ പ്രാർത്ഥന കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങളിപ്പോൾ ഭാരപ്പെട്ട് പ്രാർത്ഥിച്ച വിഷയത്തിനകത്ത് നടക്കും. ഇളയപ്പന്മാരോട് ചിലത് അറിയിക്കാതിരിക്കുക. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.